സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് PK ഫൈസൽ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് DCC ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച സമൂഹ നടത്തം മാന്തോപ്പ് മൈതാനത്തിൽ സമാപിച്ചു. സംസ്ഥാനത്ത് 10 വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA. പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രകുളത്തിൽ കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു. വീണ്ടെടുത്തത് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ ദിവസം തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രകുളത്തിൽ കൂട്ടുകാരത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ 3 പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ വീണത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ലഹരി ഉപയോഗത്തെ തകർക്കാൻ കൈകോർത്ത് മിൽമയും കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം P. മാളവിക പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മാളവിക. വാർത്തകൾ വിശദമായി. പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് PK ഫൈസൽ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് DCC ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് DCC ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ആവശ്യപ്പെട്ടു. ഇന്നുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ നട്ടല് എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത് ജോലി ചെയ്തവരും പ്രവാസ ലോകത്ത് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയവരുമാണ് എന്ന് ഞാൻ അർത്ഥസംഘടനയില്ലാത്ത പറയും. കേരളത്തിലെന്നല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ വിവിധ മേഖലകളിലെ വികസന കുതിപ്പിൽ പ്രവാസികൾ ചെയ്ത പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, വൈസ് പ്രസിഡന്റ് കുഞ്ഞൂട്ടി പൊന്നാട്, ജനറൽ സെക്രട്ടറി വാവൂട്ടി ചിറമനങ്ങാട്, സെക്രട്ടറി KK അലവി, രാമനാഥൻ, ഷാഹുൽ പടിക്കവീട്ടിൽ, MPM ഷാഫി, രഘു തയ്യിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഇബാജ് ഹാജി, മുനീർ ഇടശ്ശേരി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞു ഹാജി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാബു കരിപ്പാല, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോർജ് കരിമാടം, കണ്ണൻ കരുവാക്കോട്, ജില്ലാ സെക്രട്ടറിമാരായ അഹമ്മദ് ചൌക്കി, K. ഫിറോസ്, നസീർ കോളിയടക്കം, രാഘവൻ കരിച്ചേരി, സലാം ബേക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച സമൂഹ നടത്തം മാന്തോപ്പ് മൈതാനത്തിൽ സമാപിച്ചു. കനത്ത മഴയിലും ആവേശം ചോരാതെ കാഞ്ഞങ്ങാട് രമേശ് ചെന്നിത്തല നയിച്ച ലഹരി വിരുദ്ധ റാലി വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ തുടങ്ങി വൻ ജനസഞ്ചയമാണ് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ സമൂഹ നടത്തം സംഘടിപ്പിച്ചത്. വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി 5 മണിക്ക് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു.
ലഹരിവർജന സന്ദേശം നൽകി പ്രതിജ്ഞയും ചൊല്ലി. രമേശ് ചെന്നിത്തല രക്ഷാധികാരിയായ പ്രൗഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഈ സമൂഹ നടത്തം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച ഈ പരിപാടി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ വിജയകരമായി നടത്തിയ ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഫലവത്താവില്ലെന്നും വിശാലമായ ജനകീയ പിന്തുണയോടുകൂടി മാത്രമേ സമ്പൂർണ്ണ പ്രതിരോധം സാധ്യമാകൂ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രൗഡ് കേരള സംസ്ഥാന ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠം, അബ്ദുൾ അസീസ് അഷ്റഫി, അബ്ദുൾ റഹ്മാൻ അഷ്റഫി, DCC പ്രസിഡന്റ് PK ഫൈസൽ, ഡോക്ടർ ഖാദർ മങ്ങാട്, ഡോക്ടർ അജയ്കുമാർ കോടോത്ത്, K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, M അസിനാർ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ്, കൂക്കൽ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, V കമാരൻ, C മുഹമ്മദ് കുഞ്ഞി, സുരൂർ മൊയ്തു ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ബഷീർ ആറങ്ങാടി, KR കാർത്തികേയൻ, ജോമോൻ ജോസ്, ഗംഗാധരൻ കുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൗഡ് കേരളയുടെ കാസർഗോഡ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ സ്വാഗതവും BP പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് 10 വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA. പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 10 വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ KPCC പ്രസിഡന്റായിരുന്നു. അന്നാണ് നമ്മൾ സ്നേഹ സന്ദേശ യാത്ര നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ പല ഭാഗത്തും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ജാഥ 4 ദിവസം കുമ്പളയിൽ നിന്ന് ആരംഭിച്ച് തൃക്കരിപ്പൂരിൽ അവസാനിച്ച സ്നേഹ സന്ദേശ യാത്ര നടത്തിയത്. ആ യാത്രയ്ക്കിടയിൽ കിട്ടിയ നിവേദനങ്ങളെല്ലാം സമാഹരിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നമ്മൾ നിവേദനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്ര വോട്ടുകൾക്കാണ് 30 സീറ്റുകളിൽ UDFന് നഷ്ടമായത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റുകളടക്കം വിജയിച്ച UDF അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് KJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. UDCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, കരിമ്പിൽ കൃഷ്ണൻ, PG ദേവ്, കർണാടക കരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് N ബാലചന്ദ്രൻ നായർ, മധു ബാലൂർ, M കുഞ്ഞമ്പു നായർ, ജോണി തോലമ്പുഴ, രാധാ സുകുമാരൻ, MV ജയകുമാർ, സണ്ണി കുന്നംകുളം, CK കൃഷ്ണൻ നായർ, MB ഇബ്രാഹിം, M അബ്ബാസ്, M ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, പനത്തടി. ക്ഷേത്രകുളത്തിൽ കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു. വീണ്ടെടുത്ത് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ ദിവസം തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രകുളത്തിൽ കൂട്ടുകാരത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ 3 പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ വീണത്. ക്ഷേത്രക്കുളത്തിൽ നിന്ന് കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു. വീണ്ടെടുത്ത് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ ദിവസം തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ 3 പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ വീണത്. രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ളവർ ഏറെ ശ്രമിച്ചിട്ടും മാല വീണ്ടെടുക്കാനായില്ല. തുടർന്നാണ് ഉച്ചയോടെ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത്. ആദർശ് അശോകിന്റെ നേതൃത്വത്തിൽ സേനയെത്തി കാസർഗോഡ് നിലയത്തിലെ സ്കൂബ ടീം അംഗങ്ങളായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പ്രസീദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമേഷ് എന്നിവർ ചേർന്ന് ഏകദേശം 3.5 മീറ്റർ താഴ്ചയിൽ നിന്ന് മാല വീണ്ടെടുത്ത് ഉടമയ്ക്ക് കൈമാറി. അപ്പം നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് എൻ്റെ നന്ദി അറിയിക്കും. സാറിനെ അവരെങ്ങനെ സമീപിച്ചത്? നമ്മുടെ കിരൺ അല്ലേ, സിവിൽ ഡിഫൻസ് അംഗം കിരൺ ആദ്യം നമ്മുടെ സ്റ്റേഷനിലെ LF ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷ് എന്ന് പറയുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ദിലീപ്, സിവിൽ ഡിഫൻസ് അംഗം കിരൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്.
കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാൾ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച വാടക വിതരണ സാധന സാമഗ്രികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് രംഗത്ത് ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് അനുവദിക്കുക, ഉച്ചഭാഷിണി നിയന്ത്രണം നിലവിൽ രാത്രി 10 മണിയെന്നുള്ളത് 12 മണിവരെ നീട്ടി പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു. ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി മറ്റ് ഈവന്റ് മാനേജ്മെന്റും ആളുകളെ തേടി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ഈ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്നാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ജില്ലാ കമ്മിറ്റി വലിയ ഒരു സ്വപ്ന പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ജില്ലക്കകത്ത് 14 മേഖലകളുണ്ട്. മേഖലാ പ്രസിഡന്റ് ഗംഗാധരൻ നവനീത് അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ RMK വരവ് ചിലവ് കണക്കും മേഖലാ ജനറൽ സെക്രട്ടറി സുരേഷ് വെള്ളിക്കോത്ത് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ചിത്ര രാധാകൃഷ്ണൻ SLC+2 വിജയികളെ അനുമോദിച്ചു. SS ഹംസ, വാസന്തി കുമാരൻ, മധു കുമാർ, ഫിറോസ് പടിഞ്ഞാർ, ജവഹർ മുരളി എന്നിവർ സംസാരിച്ചു. സുരേഷ് വെള്ളിക്കോത്ത് സ്വാഗതവും സതീശൻ ദീക്ഷിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലഹരി ഉപയോഗത്തെ തകർക്കാൻ കൈകോർത്ത് മിൽമയും കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മിൽമ കാസർഗോഡ് ഡയറിയുടെ നേതൃത്വത്തിൽ കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായി ചേർന്ന് ബ്രേക്ക് ദ സൈക്കിൾ, സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന മുദ്രാവാക്യത്തിലൂന്നി മയക്കുമരുന്ന് വിരുദ്ധ ബോധവത്കരണ ക്യാമ്പയിൻ 2025 വിജയകരമായി സംഘടിപ്പിച്ചു. പരിപാടി കുണിയ കോളേജ് ആന്റി നർക്കോട്ടിക് സെല്ലിന്റെയും NSS യൂണിറ്റ് 98ന്റെയും സഹകരണത്തോടെയായിരുന്നു. NSS ഗീതം ആലപിച്ച് ആരംഭിച്ച പരിപാടിയിൽ ഡോക്ടർ ജീന TC ക്യാമ്പയിനിൽ പങ്കെടുത്തവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു. മിൽമയുടെ സാമൂഹിക പ്രതിബദ്ധതയും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുള്ള ആത്മാർത്ഥതയും വളരെ വലുതാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാനേജർ സ്വീറ്റി വർഗീസ് പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. I proudly say that I proudly say from the bottom of heart that our faculties, our teachers, they are good enough to conduct programs. See, within the very first month of this academic year, they have conducted almost 28 programs in this college. So I take this opportunity to congratulate my beloved colleagues, my beloved teachers, because they are ready to serve you at any cost, not only inside the academics but outside the academics. വിദ്യാഭ്യാസം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെയുള്ള ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അസിസ്റ്റന്റ് പ്രൊഫസർ അൻഷാന മാനസികാരോഗ്യവും ബോധവത്കരണവും എടുത്തുകാട്ടി ആശംസാ സന്ദേശം നൽകി. ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി മെന്ററുമായ ചാൾസ് ജോസ് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ യാഥാർത്ഥ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘടിത കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു ക്ലാസ്. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സമൂഹമെന്നതിന്റെ സംയുക്ത ശ്രമങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് ഡോക്ടർ ജീന TC ചൊല്ലിക്കൊടുത്ത മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി. ശേഷം മിൽമയുടെ സാമൂഹ്യ സൗഹൃദ പ്രവർത്തനങ്ങൾ ഹൃദ്യമായി പ്രതിപാദിക്കുന്ന കോർപ്പറേറ്റ് വീഡിയോ പ്രദർശിപ്പിച്ചു. മാർക്കറ്റിംഗ് ഓഫീസർ ആശിഷ് ഉണ്ണി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം P. മാളവിക പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മാളവിക. വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം P. മാളവിക പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മാളവിക. 10 വർഷത്തെ സ്വപ്നമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നത്. ആ 10 വർഷം എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. ഈ ഒരു യാത്ര കുറേ എന്താ പറയുക കഷ്ടത നിറഞ്ഞ യാത്രയായിരുന്നു. ആദ്യം ഫസ്റ്റൊക്കെ ഞാൻ 5ാം ക്ലാസ്സിലെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിന് എൻ്റെ കോച്ച് എന്നെ കളിപ്പിക്കുന്ന നിതീഷ് ചേട്ടനും പ്രീതി ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് എന്താ പറയുക അവരുടെ
കയ്യിലുണ്ടായ പൈസയെല്ലാം എടുത്തിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു വുമൺ സൂപ്പർ ക്ലിനിക് ബംഗളം എന്ന ഒരു സ്ഥാപനമല്ല, ഒരു ഫാമിലി പോലെ അവർ രണ്ടാളും നടത്തുന്ന ഒരു പിള്ളേർക്ക് വേണ്ടി സൗജന്യമായി പരിശീലനം നടത്തുന്ന ഒരു സംഭവം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായതിൽ അഭിമാനമുണ്ടെന്നും അടുത്ത വർഷം നടക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ടീമിനെ മുൻനിരയിൽ എത്തിക്കാൻ മികച്ച പ്രകടനം നടത്തുമെന്നും നാട്ടുകാരുടെ പിന്തുണയിലാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതെന്നും മാളവിക പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷനായി. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. TK നാരായണൻ, P പ്രവീൺകുമാർ, ജോയി മാരൂർ, N ഗംഗാധരൻ, ഷെബിൻ ജോസഫ്, സജീഷ് അടമ്പിൽ, K ജയരാജൻ, ബാലകൃഷ്ണൻ പാലക്കി എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറത്തിന്റെ സ്നേഹോപകാരം പ്രസിഡന്റ് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മീത്തൽ ഫിറ്റ്നസ് സെന്ററിന്റെ നവീകരിച്ച 2ാം നിലയുടെ ഉദ്ഘാടനം നടന്നു. 3ാം നിലയിലുണ്ടായിരുന്ന ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ 2ാം നിലയിലേക്കും പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മീത്തൽ ഫിറ്റ്നസ് സെന്ററിന്റെ നവീകരിച്ച 2ാം നിലയുടെ ഉദ്ഘാടനം നടന്നു. 3ാം നിലയിലുണ്ടായിരുന്ന ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ 2ാം നിലയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അമ്പലത്തറ CA KP ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാർ മലയാളികൾ പൊതുവെ വളരെ മുന്നിലാണെങ്കിലും നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തിൽ ഒരുപാട് ജിമ്മുകൾ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുക എന്നുള്ള മസിൽ വെപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളോടും നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനെ കുറിച്ച് വളരെ സഹായമാണ് ഇത്തരത്തിലുള്ള ജിമ്മുകളും കാര്യങ്ങളും. ലേറ്റസ്റ്റ് പത്രാധിപൻ അരവിന്ദൻ മാണിക്കോത്ത് മുഖ്യാതിഥിയായി. വളരെ നാളുകളായി ഇതിൻ്റെ 3ാം നിലയിൽ ഒരു ജിം വ്യായാമ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രത്യേകത ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പുതിയ ആധുനികമായ മെഷീനറികൾ, യന്ത്രസാമഗ്രികൾ ഈ വ്യായാമ കേന്ദ്രത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, യുവതലമുറ മുഴുവൻ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മീത്തൽ ഫിറ്റ്നസ് സെന്ററിന്റെ ഉടമകളായ പ്രിയേഷ് മീത്തലും ഷീബ പ്രിയേഷും ചടങ്ങിൽ സംബന്ധിച്ചു. വ്യായാമത്തിനാവശ്യമായ എല്ലാവിധ നൂതന ഉപകരണങ്ങളും മീത്തൽ ഫിറ്റ്നസ് സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ ശ്യാമള ഡോക്ടറെ ആദരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരള കാസർഗോഡ് ജില്ലാ ഘടകം. ഹോമിയോപ്പതി രംഗത്ത് 38 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കിയ മുതിർന്ന ഡോക്ടർ ശ്യാമള ബാലകൃഷ്ണനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരള കാസർഗോഡ് ജില്ലാ ഘടകം സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ ആദരിച്ചു. രോഗീ പരിചരണ രംഗത്തും ഹോമിയോപ്പതി സമൂഹത്തിനും നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് IHKയുടെ പ്രധാന ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിലാണ് ഡോക്ടറെ ആദരിച്ചത്. ബഹുമാന സൂചകമായി പൊന്നാട അണിയിക്കുകയും സംഘടനയുടെ സ്നേഹാദരങ്ങളുടെ പ്രതീകമായി ഉപഹാരം നൽകുകയും ചെയ്തു. പക്ഷേ അന്ന് നമ്മൾക്ക് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ശ്യാമള CK ഡോക്ടേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദരിക്കാൻ പോകാൻ ഇവിടെ ഡോക്ടർ ജൂലൈ 1 ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ ആദരവ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള ഇന്ന് ഡോക്ടർ CK ശ്യാമളയുടെ ഒരുപാട് വർഷത്തെ സേവനത്തിന് നമ്മൾ ഡോക്ടർ ശ്യാമള ഡോക്ടറെ ഇവിടെ ഇന്ന് ആദരിക്കുകയാണ്. 4 പതിറ്റാണ്ടോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ ഡോക്ടർ ശ്യാമള ബാലകൃഷ്ണൻ പ്രകടിപ്പിച്ച അചഞ്ചലമായ അർപ്പണബോധം, ചികിത്സാ വൈദഗ്ധ്യം, എണ്ണമറ്റ രോഗികളിലും സഹപ്രവർത്തകരിലും ചെലുത്തിയ നല്ല സ്വാധീനം എന്നിവയെക്കുറിച്ച് ചടങ്ങിൽ സംസാരിച്ചവർ എടുത്തു പറഞ്ഞു. IHK കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ജയശങ്കർ MP, ജില്ലാ ട്രഷറർ ഡോക്ടർ വിവേക് സുധാകരൻ, കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നിതാന്ത് ബാൽശ്യാം എന്നിവർക്കൊപ്പം കാഞ്ഞങ്ങാട് യൂണിറ്റ് സിന്ദൂരം കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു MG, കാസർഗോഡ് യൂണിറ്റ് സിന്ദൂരം കോർഡിനേറ്റർ ഡോക്ടർ സ്വാതി കോടോത്ത് എന്നിവരും പങ്കെടുത്തു. ഡോക്ടർ ശ്യാമള ബാലകൃഷ്ണൻ ആദരവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മറുപടി പ്രസംഗം നടത്തി. സംയുക്താഭിമുഖ്യത്തിൽ എല്ലാവരും കൂടി സംഘടിച്ചു തരുന്ന ഈ അവാർഡിന് എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകമായിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് യൂണിറ്റിലുള്ള എല്ലാ ഡോക്ടർമാരെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഹോമിയോപ്പതിക്കുള്ള ഒരു അവാർഡായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യരംഗത്ത് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ഇവരുടെ ഊർജം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക യുവജന നൈപുണ്യ ദിനത്തിൽ കേഡറ്റുകൾ സൗജന്യ തൊഴിൽ പരിശീലനം നൽകി. 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക യുവജന നൈപുണ്യ ദിനത്തിൽ കേഡറ്റുകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനം നൽകി. മനോഹരമായ പുരസ്കാരങ്ങൾ നിർമ്മിക്കുന്നതിലാണ് പരിശീലനം നൽകിയത്. 2 മണിക്കൂർ നേരം കൊണ്ട് സ്വർണ്ണ കളറുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള മുത്തുകളും മഞ്ഞ, പച്ച, ചുവപ്പ് കളറുകളിലുള്ള നൂലും ഉപയോഗിച്ച് നിരവധി പുരസ്കാരങ്ങളാണ് കേഡറ്റുകൾ തയ്യാറാക്കിയത്. അതിസൂക്ഷ്മമായി മുത്തുകളും കോർത്തിണക്കിയ വിവിധ വർണ്ണങ്ങളിലുള്ള നൂലും പശയിട്ട് ബോർഡിൽ ഒട്ടിച്ച് പുരസ്കാരങ്ങൾ തയ്യാറായപ്പോൾ തൊഴിലിന്റെ മഹത്വം വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞു. ഉദുമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി AR ആത്മികയും പിതാവ് KG രാജേഷുമാണ് പരിശീലനം നൽകിയത്. ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, അണ്ടർ ഓഫീസർ K ദർശന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ടൗണിലെ ലോട്ടറി സ്റ്റാളിൽ നിന്ന് വിൽപ്പന നടത്തിയ ലോട്ടറി ടിക്കറ്റിന് 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അടിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യധാരയുടെ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനമാണ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് സമീപത്തെ സൗഭാഗ്യ ലോട്ടറി സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തിയ ടിക്കറ്റിന് ലഭിച്ചത്. സ്റ്റാൾ ഉടമ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ പുതിയ വളപ്പിൽ രാജൻ വിൽപ്പന നടത്തിയ BE 220046 നമ്പർ ടിക്കറ്റിനാണ് 1 കോടി ലഭിച്ചത്. എന്നാൽ 1 കോടി സമ്മാനമടിച്ച ആ ഭാഗ്യവാൻ ആരെന്ന് ഇതുവരെ അറിയില്ലെന്ന് രാജൻ പറഞ്ഞു. 16 വർഷമായി തൃക്കരിപ്പൂർ ടൗണിൽ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ രാജൻ വിറ്റ ടിക്കറ്റുകളിൽ 1 ലക്ഷം രൂപ വരെ ഇതിനു മുൻപ് സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിലും 1 കോടിയുടെ ഒന്നാം സമ്മാനം അടിക്കുന്നത് ഇതാദ്യമാണ്. ആദ്യകാലത്ത് സ്വകാര്യ ബീഡി തൊഴിലാളിയായിരുന്ന രാജൻ പിന്നീട് അബുദാബിയിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്നു. 2009 ശേഷമാണ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് സമീപത്ത് ലോട്ടറി വിൽപ്പന സ്റ്റാൾ തുടങ്ങുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ വിൽപ്പന നടത്തിയ ടിക്കറ്റിലാണ് 1 കോടിയുടെ സമ്മാനമടിച്ചത്. സെയിം അല്ലാത്ത ഒറ്റക്കെടുത്ത ടിക്കറ്റിനാണ് 1 കോടി സമ്മാനമടിച്ചതെന്ന് രാജൻ പറയുന്നു. കണ്ണൂർ ന്യൂലക്കി സെന്ററിൽ നിന്നും എടുത്തു വിൽപ്പന നടത്തിയ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹത നേടിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന റാബിയ ഫാത്തിമയ്ക്കും ആയിഷത്ത് മെഹറുന്നിസയ്ക്കും യാത്രയയപ്പ് നൽകി. അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പുറപ്പെടുന്ന തളങ്കര ദഖീറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനി റബിയ ഫാത്തിമയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥിനി ആയിഷത്ത് മെഹറുന്നിസയ്ക്കും തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിൽ 75 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് യാത്രയപ്പും അനുമോദനവും നൽകി. ചടങ്ങിൽ വെച്ച് കൂട്ടായ്മയുടെ സോഫ്റ്റ് ബേസ്ബോൾ അടങ്ങുന്ന കിറ്റ് മുഖ്യാതിഥി മാലിക് ദിനാർ ഫാർമസി കോളേജ് ചെയർമാൻ KS മുഹമ്മദ് ഹബീബ് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ സവിത അധ്യക്ഷത വഹിച്ചു. ബഷീർ വോളിബോൾ, അഡ്വക്കേറ്റ് VM മുനീർ, ശ്യാമള, ഹസൈനാർ ഹാജി തളങ്കര, ട്രഷറർ MA അഹമ്മദ്, സിവിൽ സർവീസ് വിദ്യാർത്ഥിനി ഷഹദ എന്നിവർ സംസാരിച്ചു. N ഇബ്രാഹിം, AH ഷുക്കൂർ, CM മുസ്തഫ, PA മജീദ്, ഖബീർ, KK സുലൈമാൻ, PA സലാം, CL ഹനീഫ്, TA അബ്ദുൾ റഹ്മാൻ, PA മുഹമ്മദ് കുഞ്ഞി, ബുർഹാൻ, റാഷിദ്, CL മിർഷാദ് എന്നിവർ സംബന്ധിച്ചു. സ്കൂൾ മാനേജർ MA ലത്തീഫ് സ്വാഗതവും BU അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടിലേക്ക് എന്ന പ്രമേയത്തിൽ 2026 ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക പ്രചരണാർത്ഥം സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന സമിതിയുടെ അസ്വിറാത്തുൽ മുസ്തഖീം ജില്ലാതല ഉദ്ഘാടനവും മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അനുസ്മരണവും തൃക്കരിപ്പൂരിൽ നടന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലുദ് നിസാമി അധ്യക്ഷത വഹിച്ചു. അസ്വിറാത്തുൽ മുസ്തഖീം, ഹലാവത്തുൽ ഈമാൻ എന്നീ വിഷയങ്ങളിൽ സ്വാദിഖ് ഫൈസി താനൂർ, മുജീബുർ റഹ്മാൻ, അൻസ്വരി നീലഗിരി എന്നിവർ പ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം താരിബി, റഷീദ് വെളിഞ്ചം, CKK മാണിയൂർ, സമദ് ഹാജി, സയ്യിദ് ഷഫീഖ് തങ്ങൾ, സുബൈർ ദാരിമി, ഇർഷാദ് ഹുദവി,
അലി അക്ബർ ബാഗവി, ഖലീലുൽ റഹ്മാൻ ഗാഷിഫി, അഹമ്മദ് ബഷീർ ഫൈസി മാണിയൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് അൽ ഹസനി, അഷ്റഫ് ദാരിമി എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖീം അതിനെ ഏത് നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി അതിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖീമിനെ നമ്മൾ തീരുമാനിക്കുക എന്നത് അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് പണ്ഡിതന്മാരും അല്ലാത്തവരൊക്കെ മനസ്സിലാക്കേണ്ടതും. തൃക്കരിപ്പൂർ റേഞ്ച് 60-ാം വാർഷികം മാണിയൂർ സ്മാരക സൗധത്തിന്റെ ശിലാസ്ഥാപനം ജിഫ്രി തങ്ങൾ നിർവഹിച്ചു. ജമിയത്തുൽ ഗുത്തോബ ജില്ലാ സെക്രട്ടറി ചുഴലി മുഹയുദ്ദീൻ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ മുഷാവറ അംഗങ്ങൾ, സമസ്ത പോഷക ഘടകങ്ങളുടെ ജില്ലാ സാരഥികൾ, ജില്ലയിലെ ജമിയത്തുൽ മുഅല്ലിമീൻ റേഞ്ച് ഭാരവാഹികൾ, മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ, മുദരിസുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉറമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്നും സ്ഥാനം പിടിച്ച ഒരു മേഖലയാണെന്ന് രമേശ് ചെന്നിത്തല. കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്നും സ്ഥാനം പിടിച്ച ഒരു മേഖലയും സാധാരണക്കാർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റുന്നതിന് സമീപിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല എന്നും രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധ്യതകളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ്. ശ്രീ MC നമ്പ്യാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് അതും മുൻ രാഷ്ട്രപതിയായ VV ഗിരി ഉദ്ഘാടനം ചെയ്യുക കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ചരിത്രം അത്രമാത്രം പഴയതാണ്. സഹകാരികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അടിക്കടി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു. ലത M റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം മുനിസിപ്പൽ കൌൺസിലർ M ശോഭനയും മുൻ സംഘം പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം DCC പ്രസിഡന്റ് PK ഫൈസലും നിർവഹിച്ചു. സംഘം മുൻ സെക്രട്ടറിമാരെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ ആദരിക്കുകയും സംഘത്തിലെ മുതിർന്ന കർഷകരെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ P ആദരിക്കുകയും ചെയ്തു. ബിൽഡിംഗ് എഞ്ചിനീയർ ദാമോദരൻ ആർക്കിടെക്ടിനെയും ബിൽഡിംഗ് കോൺട്രാക്ടർ ജാഫർ സാദിഖിനെയും കേരള ബാങ്ക് DGM ജനീഷ് PKയും ആദരിച്ചു. ചടങ്ങിൽ സഹകാരികളായ K നീലകണ്ഠൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, M രാഘവൻ, KV ഗോപാലൻ, V കമാരൻ, ശങ്കരൻ വാഴക്കോട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M അസൈനാർ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, KV കൃഷ്ണൻ, KV വിശ്വനാഥൻ, K ബാലകൃഷ്ണൻ നായർ, രവീന്ദ്രൻ ചേടറോഡ്, നാരായണൻ വയമ്പ്, അനിത, നസീമ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് വേലിക്കോത്ത് അസൈനാർ ഹാജി സ്വാഗതവും സംഘം ഡയറക്ടർ P ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം മാളവികയെ ഹോസ്ദുർഗ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം മാളവികയെ ഹോസ്ദുർഗ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ ചെന്ന് അനുമോദിച്ചു. ഏഷ്യാ കപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യൻ ടീം അംഗവും കേരളത്തിന്റെയും കാസർഗോഡിന്റെയും അഭിമാനമായി മാറിയ മടിക്കൈ ബംഗളത്തെ മാളവികയെ കലാകായിക, സാംസ്കാരിക, പാലിയേറ്റീവ് മേഖലകളിലെല്ലാം വളരെ നല്ല ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് താരത്തിന്റെ ബംഗളത്തെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. ക്ലബ് സെക്രട്ടറി ശ്രീധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് വിനോദ് ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനവും അതുപോലെ കേരള സ്റ്റേറ്റിനും ഇന്ത്യക്കും അഭിമാനമായിരിക്കുകയാണ് മാളവിക. നമ്മുടെ ഈ കൊച്ചു കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇങ്ങനെയുള്ള കായിക താരങ്ങൾ വളർന്നു വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് ക്രിക്കറ്റിൽ സജീവൻ അതുപോലെയുള്ള മിന്നുമണി അതുപോലെയുള്ള താരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്.
അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ ബംഗളം ഏരിയ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് ഒരുപാട് പേരുകേട്ട സ്ഥലമാണ്. കളിച്ചു വളരുന്ന ഒരുപാട് നല്ല നല്ല കുട്ടികളുണ്ട്. കൂടാതെ വൈസ് പ്രസിഡന്റ് ആസിഫ് മെട്രോ പൊന്നാടയും അണിയിച്ചു. അനിൽ മടിക്കെ, കുഞ്ഞമ്പു, മഹേഷ്, പ്രദീപ്, ഗുൽസാർ, ദിൽസാദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രൊഫഷണൽ പഠനത്തിനായുള്ള അക്കാദമി ടെക്നോ കാർഡ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ മുമ്പുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സ്ഥാപനമായ കാർഡ് സെന്ററാണ് ടെക്നോ കാർഡായി മാറിയത്. പ്രൊഫഷണൽ പഠനത്തിനായുള്ള അക്കാദമി ടെക്നോ കാർഡ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ മുമ്പുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സ്ഥാപനമായ കാർഡ് സെന്ററാണ് ടെക്നോ കാർഡായി മാറിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സാങ്കേതിക വിദ്യ അഭ്യസിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രൂപത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇടയാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കാം. കാരണം നമ്മൾ എത്ര തന്നെ എൻജിനീയറിംഗ് കോഴ്സുകൾ പലതരത്തിലുള്ള കോളേജുകളിലായാലും പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെയ്താലും ഒരു പ്രത്യേക ജോലിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ടെക്നോളജി കൂടുതൽ നന്നായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനവും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായി മാറുകയാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മുൻപ് എല്ലാം സമർപ്പിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാ പ്ലാനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മാനുവലായിട്ട് ചെയ്ത് വരച്ച് ഉണ്ടാക്കി ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാം തന്നെ KSmart എന്ന സോഫ്റ്റ്വെയറിനകത്തുകൂടി അതിനകത്തുകൂടിയാണ് ചെയ്യുന്നത്. നഗരസഭാ കൗൺസിലർ ശോഭ അധ്യക്ഷത വഹിച്ചു. ലെൻസ്ഫ്രെഡ് ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ, നഗരസഭാ കൗൺസിലർ TV സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് പാർട്ണർമാരായ ആശാലത സ്വാഗതവും സന്ദീപ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കടപ്പുറം CH മുഹമ്മദ് അസ്ലം സ്മാരക ഭക്ഷണശാല PPTS സ്കൂളിന് കൈമാറി. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂളിന് സുതക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ CH മുഹമ്മദ് അസ്ലം സ്മാരക ഭക്ഷണശാലയും മദനിയ മൊയ്തു ഹാജി സ്മാരക കുടിവെള്ള പദ്ധതിയും K മൊയ്തീൻ കുഞ്ഞി ഹാജി സ്മാരക കുടിവെള്ള പദ്ധതിയും നിർമ്മിച്ചു നൽകി. ട്രസ്റ്റ് കൺവീനർ CH അഹമ്മദ് കുഞ്ഞി ഹാജി ഭക്ഷണശാല മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി CK അഷ്റഫിന് കൈമാറി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. അനിവാര്യമായ ഒരു ഡൈനിങ് ഹാൾ സാധാരണ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പ്രദേശത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ മാത്രമല്ല ജീവകാരുണ്യപരമായ മേഖലകളിൽ കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മംഗളങ്ങൾ നേരുകയാണ്. ഈ ട്രസ്റ്റ് വളർന്നു വലുതായി പടർന്ന് പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി മാറി. ബാവാനഗർ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ CK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് AEO സുരേന്ദ്രൻ M മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപകൻ രാജീവൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ PK സുബൈർ, സ്വതക ട്രസ്റ്റ് ഭാരവാഹികളായ ഇബ്രാഹിം ഹാജി, C യൂസഫ് ഹാജി, CH അബ്ദുൽ കരീം, AM അസ്ലം, MC ഷെരീഫ്, സിദ്ദീഖ് CK, സാർ മുഹല്ലിം, മൊയ്തീൻ കുട്ടി, LK ഇബ്രാഹിം, ബോസ് അബ്ദുള്ള, റൌഫ്, ഷഫീഖ്, നജീമുദ്ദീൻ CH, ഷഫീഖ് തൊട്ടി, അസീസ് അഷ്റഫി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് CH മുഹമ്മദ് അസ്ലം, CH അബ്ദുൽ ഖാദർ ഹാജി എന്നിവരുടെ സ്മരണാർത്ഥം വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര വിതരണവും നടന്നു. CH മുസ്തഫ സ്വാഗതവും PK ഇക്ബാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് PK ഫൈസൽ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് DCC ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച സമൂഹ നടത്തം മാന്തോപ്പ് മൈതാനത്തിൽ സമാപിച്ചു. സംസ്ഥാന
സംസ്ഥാനത്ത് 10 വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA. പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രകുളത്തിൽ കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു. വീണ്ടെടുത്തത് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ ദിവസം തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രകുളത്തിൽ കൂട്ടുകാരത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ 3 പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ വീണത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ലഹരി ഉപയോഗത്തെ തകർക്കാൻ കൈകോർത്ത് മിൽമയും കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം P. മാളവിക പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മാളവിക. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.